വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് സെക്കൻഡ് ടേമിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ മാത്സ് നമ്മളിങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു ചാപ്റ്റർ ആണ് നമ്മുടെ മെഷർ മാത്ത് എന്ന് പറഞ്ഞ ഒരു അടിപൊളി ചാപ്റ്റർ, അഥവാ അളവ് കണക്ക് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ട ഒരു സാധനം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് ഈ ഒരു കൺവേർഷൻസ്. അതായത് സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാനും മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാനും എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കൺവേർഷൻസ് ഉണ്ട്. ഇത് നമ്മൾ 3ാം ക്ലാസ് മുതൽ പഠിക്കുന്ന സാധനമാണ്. അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് വരുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ മിസ് ഇപ്പൊ കാണിക്കുന്ന ഒരു സാധനം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ നല്ല പോലെ പഠിച്ചിരിക്കുക. അതായത് ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ ടേബിൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ ഇത് എങ്ങനെയാ നോക്കാം നമുക്ക്. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് 2 സെന്റിമീറ്റർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? 20 മില്ലിമീറ്റർ ആണ്, അഥവാ 20 മില്ലിമീറ്റർ ആണ്. പിന്നെയോ 1 മീറ്റർ തന്നു കഴിഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. 1 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു 1000 മീറ്റർ. 1 കിലോഗ്രാം ഇസ് ഈക്വൽ ടു 1000 ഗ്രാം. 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ, നമുക്ക് അടിപൊളിയായിട്ട് അറിയുന്നതാണ്. ഇത് നേരെ തിരിച്ച് നമ്മൾ എഴുതുന്ന സാധനമാണ് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ നിങ്ങൾ എല്ലാവരും നോക്കിക്കേടാ, 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, മിസ് എഴുതി കാണിച്ചു തരാം. 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ. അങ്ങനെയെങ്കിൽ മിസ് ചോദിക്കുകയാണ്, 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആയിരിക്കില്ലേ? അത്രേ ചെയ്യാനുള്ളൂ. ഇതേപോലെ തിരിച്ചിടുന്ന ടേബിൾ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോ 100 സെന്റിമീറ്റർ ആണ്, അഥവാ 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ 1 സെന്റിമീറ്റർ എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 1/100 മീറ്റർ ആണ് മിസ്സേ. 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1/100 മീറ്റർ ആണ് എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയെല്ലാം തിരിച്ചെഴുതിയൊരു ടേബിൾ ആണ് ഈ ഒരു ടേബിൾ. അപ്പോ ഇത് ഒരെണ്ണം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഏതൊരു ചോദ്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ മീറ്റർ ടു സെന്റിമീറ്റർ കൺവേർട്ട് ചെയ്യുന്നതും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ നല്ലപോലെ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നല്ലപോലെ പഠിക്കുക. എന്നിട്ട് നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം 5 മീറ്ററും 45 സെന്റിമീറ്ററും. ഇതിനെ നമ്മളോട് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഇതിനെ മൊത്തത്തിൽ സെന്റിമീറ്ററിലേക്ക് എഴുതാൻ, അഥവാ ഇസ് ഈക്വൽ ടു ഡാഷ് സെന്റിമീറ്റർ. എത്ര സെന്റിമീറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ പറഞ്ഞു കൊടുക്കണം അല്ലേ? അപ്പൊ എങ്ങനെയാ നമ്മൾ ചെയ്യാ? 5 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? 5 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 5 മീറ്റർ എത്രയായിരിക്കും? 5 × 100, അതായത് 500 സെന്റിമീറ്റർ. 500 സെന്റിമീറ്റർ ആയിരിക്കും 5 മീറ്റർ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ എന്തുണ്ട്? ഒരു 45 സെന്റിമീറ്ററും കൂടെ, അതായത് 500ഉം 45ഉം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. 0 + 5 എന്ന് പറയുന്നത് 5ഉം 0 + 4 എന്ന് പറയുന്നത് 4ഉം ഇവിടെ 5ഉം. അപ്പൊ നമുക്ക് 545 സെന്റിമീറ്റർ ആണ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഇത്രേ ചെയ്യാനുള്ളൂ. ഇനി തിരിച്ച് മിസ് ചോദിക്കുകയാണ്, ഇതിനെ മീറ്ററിൽ നമ്മളോട് പറയാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ. ഇതൊക്കെ എത്ര മീറ്റർ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ചെയ്യാം? മക്കളെ, ഇവിടെയാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ആ സെക്കൻഡ് ടേബിളിന്റെ കാര്യം മിസ് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/100 മീറ്റർ ആയിരിക്കും 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 2 സെന്റിമീറ്ററോ? 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, 2/100 മീറ്റർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ 45 സെന്റിമീറ്റർ അഥവാ 45 സെന്റിമീറ്റർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 45 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 45/100 മീറ്റർ എന്ന് എഴുതാൻ പറ്റും മിസ്സേ, അല്ലേ? അപ്പൊ 5 മീറ്ററും ഇതിനെ നമ്മൾ എന്ത് എഴുതി? 45/100 മീറ്റർ എന്ന് എഴുതി. 45/100 മീറ്റർ എന്ന് എഴുതി. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷൻ ഫോമിൽ എഴുതുക? 5 × 45/100 മീറ്റർ. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി നമ്മൾ ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാം. ദശാംശ രൂപത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടി. അപ്പോൾ ഈ 45/100 45/100 നമ്മൾ എങ്ങനെ ഡെസിമൽ ഫോമിലേക്ക് എഴുതാം? ഈ ഡിനോമിനേറ്ററിൽ അഥവാ ഛേദത്തില് 2 0 ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 ഡെസിമൽ പ്ലേസ് ആണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ 1, ഇവിടെ 2, അപ്പോ 5.45 മീറ്റർ ആണ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. 5.45 മീറ്റർ ആണ് എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇതുപോലെ ഒരു ചോദ്യം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചെയ്ത് നോക്കാം. 4 മീറ്ററും 78 സെന്റിമീറ്ററും
4 മീറ്ററും 78 സെന്റിമീറ്ററും. ഇതെങ്ങനെയാ ചെയ്യുക എന്ന് നമുക്ക് നോക്കി നോക്കാം അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ 78 സെന്റിമീറ്ററിന്റെ മീറ്ററിലേക്ക് മാറ്റാൻ നമുക്കറിയാം എന്ത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ 100 അല്ലേ. ബൈ 100 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 ഗുണം 78/100 ഇതിനെന്താക്കണം, ഡെസിമൽ ഫോമിലേക്ക് ആക്കണം. അപ്പൊ ബൈ 100 ആണ്. ബൈ 100 2 പൂജ്യമാണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതിയുടെ 2 ഡെസിമൽ പ്ലേസസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ എത്രയും നമുക്ക് 4.78 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇത്രയും ഈസിയാണ് നമ്മുടെ ഈ ഒരു കൺവേർഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്. അത്രയും എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ ട്രിക്സുമായിട്ട് മിസ് ഈ ഒരു ചാപ്റ്ററിന്റെ ലൈവ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാം. അതുവരേക്കും ബൈ.